ഹായ്, ഈ വീഡിയോയിൽ ജാവയിലുള്ള ഊപ്സ് കോൺസെപ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഊപ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഒരു പ്രോഗ്രാമിംഗ് പാരഡൈം ആണ്. അതായത് ഒരു രീതിയിൽ കോഡ് എഴുതാനുള്ള മെത്തേഡാണ് ഊപ്സ്. അപ്പോൾ ജാവ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്നുള്ളത്. ഈ വീഡിയോ അവസാനം വരെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ജാവ എന്തുകൊണ്ടാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയപ്പെടുന്നത്. നമുക്ക് ഊപ്സിന് മെയിനായിട്ട് 4 പില്ലേഴ്സ് ഉണ്ട്. ആ 4 പില്ലേഴ്സിനെ പറ്റി നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ക്ലാസ്സസും ഒബ്ജക്ട്സും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ക്ലാസ്സസ് എന്ന് വെച്ചാൽ ഒരു ബ്ലൂ പ്രിൻ്റ് ആണ്. നമുക്കൊരു ഡിസൈൻ പോലെയാണ് ക്ലാസ്സസ്. അതിൽ നമുക്ക് വേണ്ട പ്രോപ്പർട്ടീസും ഫങ്ഷൻസും ഡിഫൈൻ ചെയ്യാം. ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോൾ ഈ ക്ലാസ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന റിയൽ വേൾഡ് എൻറ്റിറ്റീസിനെയാണ് നമ്മൾ ഒബ്ജക്ട്സ് എന്ന് പറയപ്പെടുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് കാർ എന്ന് പറയുന്നത് ഒരു ക്ലാസ്സായി കൺസിഡർ ചെയ്യാം. ഇപ്പോൾ അതിൻ്റേതായ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. സ്പീഡ് കൂട്ടാം, കുറയ്ക്കാം, അങ്ങനെ കുറേ പ്രോപ്പർട്ടീസും ഫങ്ഷൻസും ഉണ്ട്. നമുക്ക് മാരുതി സ്വിഫ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആകാം. അപ്പോൾ ഊപ്സിൻ്റെ മെയിൻ 4 പില്ലേഴ്സ് എന്ന് പറയുന്നത് എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം ആൻഡ് അബ്സ്ട്രാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എൻക്യാപ്സുലേഷൻ എന്താണെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അപ്പോൾ എൻക്യാപ്സുലേഷൻ എന്ന് പറയുമ്പോൾ ഡേറ്റയും അതിൻ്റെ മെത്തേഡ്സും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ട് കമ്പൈൻ ചെയ്യുന്നതിനെയാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ക്ലാസ്സിൽ നമ്മുടെ വേരിയബിൾസ് പ്രൈവറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മെത്തേഡ്സ് പബ്ലിക്കായിട്ട് ഡിഫൈൻ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫോക്കസ് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡേറ്റയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ കോഡിന് ഈ ഒരു ഡേറ്റേനെ നമുക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ ഞാനൊരു ക്ലാസ് സ്റ്റുഡൻറ്റിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ക്ലാസ് സ്റ്റുഡൻസിൻ്റെ അകത്ത് ഒരു വേരിയബിൾ ഉണ്ട്, അതായത് നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. അത് ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ 2 മെത്തേഡ്സ് ഉണ്ട്. ഒരു സെറ്റ് നെയിം എന്ന് പറഞ്ഞൊരു മെത്തേഡും ഉണ്ട്, ഗെറ്റ് നെയിം എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. ഈ എൻക്യാപ്സുലേഷൻ്റെ ആ ഒരു കോൺസെപ്റ്റിൽ ഈ 2 മെത്തേഡിന് നമ്മൾ ഗെറ്റേഴ്സും സെറ്റേഴ്സും ഉപയോഗിക്കും. അതായത് നമുക്ക് ഈ വേരിയബിളിനെ ആക്സസ് ചെയ്യാനോ അല്ലെങ്കിൽ വാല്യൂ അസൈൻ ചെയ്യണോ എങ്കിൽ നമ്മൾ ഈ സെറ്റ് നെയിമും ഗെറ്റ് നെയിമും വെച്ചിട്ടാണ് നമ്മൾ വാല്യൂ അസൈൻ ചെയ്യുന്നതും അല്ലെങ്കിൽ ഫെച്ച് ചെയ്യുന്നത്. ഇതിനെ നമ്മൾ ഗെറ്റേഴ്സും സെറ്റേഴ്സും പറയും. ഓക്കെ, ഇനി അടുത്ത ഒരു പില്ലറായിട്ട് വരുന്നത് ഇൻഹെറിറ്റൻസ് ആണ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിൽ നിന്ന് ഫീച്ചേഴ്സ് എടുത്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു പാരന്റ് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള കുറച്ച് മെത്തേഡ്സ് ഉണ്ടാവും, വേരിയബിൾസ് ഉണ്ടാവും. അതിന് ഈ മെത്തേഡ്സിനെയും വേരിയബിൾസിനെയും നമുക്ക് ചൈൽഡ് ക്ലാസ്സിൽ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ആനിമൽ ക്ലാസ് ഉണ്ട്. ആനിമൽ ക്ലാസ്സിൽ ഒരു മെത്തേഡ് ഉണ്ട്, സൗണ്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ ഡോഗ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ആനിമൽ ക്ലാസ്സിൻ്റെ ഇൻഹെറിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എക്സ്റ്റെൻസ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഉപയോഗിക്കുന്നത്. ആ ഒരു ഡോഗ് എന്ന് പറഞ്ഞൊരു ക്ലാസ് നോക്കുകയാണെങ്കിൽ അതിന് അതിൻ്റേതായ മെത്തേഡ്സ് ഉണ്ട്. അതായത് ബാർക്ക് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. പക്ഷേ ഡോഗ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സിന് ആനിമൽ ക്ലാസ്സിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞ മെത്തേഡും യൂസ് ചെയ്യാൻ പറ്റും. ലൈക്ക് അത് ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പില്ലറാണ് പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഫോംസ് എടുക്കാൻ പറ്റും. ഓക്കെ, ചില ഫങ്ഷനാലിറ്റീസിന് ഒരുപോലെ പേര് കാണും, പക്ഷെ പല രീതിയിലായിരിക്കും അത് ബിഹേവ് ചെയ്യുന്നത്. മെയിനായിട്ട് 2 ടൈപ്സ് ആണ് പോളിമോർഫിസം ഉള്ളത്. മെത്തേഡ് ഓവർലോഡിങ് ഉണ്ടാവും, അല്ലെങ്കിൽ മെത്തേഡ് ഓവർ റൈഡിങ് ഉണ്ടാവും. മെത്തേഡ് ഓവർലോഡിങ്ങിന് നമ്മൾ കമ്പൈൽ ടൈം പോളിമോർഫിസം എന്നും മെത്തേഡ് ഓവർ റൈഡിങ്ങിന് റൺ ടൈം പോളിമോർഫിസം എന്നും പറയും. ഓക്കെ, ഇനി ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 2 ക്ലാസ് ഉണ്ട്. മെയിനായിട്ട് 2 അല്ല 3 ക്ലാസ് ഉണ്ട്. മാത്ത് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, അനിമൽ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്, ഡോഗ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഡോഗ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ആനിമൽ ക്ലാസ്സിനെ ഇൻഹെറിറ്റും ചെയ്യുന്നുണ്ട്. ഈ 2 ക്ലാസ്, ഈ ആനിമൽ ക്ലാസ്സിലും ഡോഗ് ക്ലാസ്സിലും സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരേ മെത്തേഡ് ഉണ്ട്, സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരേ മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ക്ലാസ് ആനിമൽ ക്ലാസ്സും
ഡോഗ് ക്ലാസ്സും മെത്തേഡ് ഓവർ റൈഡിങ്ങിൻ്റെ എക്സാമ്പിളാണ്. അതായത് ഈ ഡോഗ് ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട്, അതായത് നമ്മുടെ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ സൗണ്ട് എന്ന് പറഞ്ഞൊരു മെത്തേഡിനെ വിളിക്കുകയാണെങ്കിൽ ആനിമൽ ക്ലാസ്സിൻ്റെ സൗണ്ട് മെത്തേഡിനെ ഡോഗ് ക്ലാസ്സിൻ്റെ സൗണ്ട് മെത്തേഡ് ഓവർ റൈഡാണ് ചെയ്യുന്നത്. അപ്പം അത് നമുക്ക് പ്രിൻ്റ് ആവുന്നത് ഡോഗ് ബാക്സ്, അതായത് ഈ ഒരു ഡോഗ് ബാക്സ് ആണ് പ്രിൻ്റ് ആവുന്നത്. ഓക്കെ, മെത്തേഡ് ഓവർലോഡിങ്ങിൻ്റെ കേസ് വരെയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ മാത്ത് എന്ന് പറഞ്ഞ ക്ലാസ് കൺസിഡർ ചെയ്യുക. ഇതിൻ്റെ അകത്ത് രണ്ട് മെത്തേഡ് ഉണ്ടാവും. രണ്ട് മെത്തേഡ് ഉണ്ട്. ലൈക്ക് ആഡ് എന്ന് പറഞ്ഞൊരു രണ്ട് മെത്തേഡ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ റിട്ടേൺ ടൈപ്പും ഡിഫറെൻ്റ് ആണ്, ആർഗ്യുമെൻറ്റിൻ്റെ ടൈപ്പും ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് മെത്തേഡിൽ റിട്ടേൺ ടൈപ്പ് ഇൻ്റ് ആണ്, അതുപോലെ തന്നെ രണ്ട് ആർഗ്യുമെൻറ്റ്സ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, അതും ഓഫ് ടൈപ്പ് ഇൻ്റ് ആണ്. പക്ഷെ രണ്ടാമത്തെ മെത്തേഡിൽ റിട്ടേൺ ടൈപ്പ് ഡബിൾ ആണ്, ആർഗ്യുമെൻറ്റും ഡബിൾ ആണ് അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് ഇത് ഈ ഒരു ക്ലാസ്സിന് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിന് ഇൻവോക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആർഗ്യുമെൻറ്റ്സ് ഇൻറ്റിജർ ആണെങ്കിൽ ഈ ഫസ്റ്റ് മെത്തേഡിന് കോൾ പോകും. വേറെ ആർഗ്യുമെൻറ്റ് ഡബിൾ ആണെങ്കിൽ സെക്കൻഡ് മെത്തേഡിന് കോൾ പോകും. ഇതാണ് മെത്തേഡ് ഓവർലോഡിങ്. അപ്പോൾ ഈ മെത്തേഡ് ഓവർലോഡിങ് ഒരേ ക്ലാസ്സിൽ തന്നെയായിരിക്കും നടക്കുന്നത്. ഒരേ ക്ലാസ്സിൽ മൾട്ടിപ്പിൾ മെത്തേഡ്സ് ഉണ്ടാവും വിത്ത് ദ സെയിം നെയിം, എയ്തർ വിത്ത് ഡിഫറെൻറ്റ് ആർഗ്യുമെൻറ്റ് ടൈപ്പ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സിലും ഡിഫറൻസ് ഉണ്ടാവും. നെയിം സെയിം ആയിരിക്കും, പക്ഷെ നമ്മൾ ആ ഒരു മെത്തേഡിനെ വിളിക്കുമ്പോൾ ആ ഒരു പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സോ അതിൻ്റെ ബേസിൽ നമുക്ക് മനസ്സിലാവാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കല്ല കമ്പൈലറിന് മനസ്സിലാവും ഏത് മെത്തേഡിനാണ് ഇൻവോക്ക് ചെയ്യേണ്ടതെന്ന്. രണ്ടാമത്തെ എക്സാമ്പിൾ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് മെത്തേഡ് ഓവർ റൈഡിങ്. അതായത് രണ്ട് ക്ലാസ് ഉണ്ട്, ദേ ഹാവ് എ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ്. രണ്ട് ക്ലാസ്സിലും ഒരേ മെത്തേഡ് ഉണ്ട് വിത്ത് ദ സെയിം നെയിം. അപ്പോൾ ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ മെത്തേഡിനെ വിളിക്കുകയാണെങ്കിൽ പാരൻറ്റ് ക്ലാസ്സിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ സെയിം മെത്തേഡിനെ ഓവർ റൈഡ് ചെയ്യുകയാണ് ചൈൽഡ് ക്ലാസ്സിൻ്റെ മെത്തേഡ്. അപ്പോൾ ആ ഒരു ചൈൽഡ് ക്ലാസ്സിൻ്റെ ആ ഒരു മെത്തേഡിൻ്റെ ഇൻവോക്കേഷനാണ് നടക്കാൻ പോകുന്നത്. ഇനി നാലാമത്തെ പില്ലർ എന്ന് പറഞ്ഞു വരുന്നത് അബ്സ്ട്രാക്ഷൻ ആണ്. അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റേർണൽ ഇംപ്ലിമെൻറ്റേഷന് അല്ലെങ്കിൽ ഡീറ്റെയിൽസിനെ ഹൈഡ് ചെയ്യണം. അതായത് നമുക്ക് വേണ്ടതിനെ മാത്രം എക്സ്പോസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനൊക്കെ ഹൈഡ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ അബ്സ്ട്രാക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഒന്ന് അബ്സ്ട്രാക്ട് ക്ലാസ് അല്ലെങ്കിൽ ഇൻ്റർഫേസ്. അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറയുന്നത്, അബ്സ്ട്രാക്ട് ക്ലാസ് ഈസ് യൂഷ്വലി നമ്മുടെ ക്ലാസ് സാധാരണ ഡിഫൈൻ ചെയ്യുന്ന ക്ലാസ് പോലെ തന്നെയാണ്, പക്ഷെ അതിൻ്റെ അകത്തുള്ള മെത്തേഡ്സ് ഒക്കെ അബ്സ്ട്രാക്റ്റ് ആയിരിക്കും. അതായത് അതിന് മെത്തേഡിൻ്റെ ഡെഫിനിഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഡിക്ലറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഡെഫിനിഷൻ ഉണ്ടാവില്ല. അത് എങ്ങനെ ഡിഫൈൻ ചെയ്യണം എന്ന് പറയുന്നത് ആ ഒരു മെത്തേഡ് ഡിഫൈൻ ചെയ്യുമ്പോൾ ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു ക്ലാസ്സിനെ അബ്സ്ട്രാക്റ്റ് ആക്കാൻ ഒരു അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് ക്ലാസ് ഡിഫൈൻ ചെയ്യുമ്പോൾ കൊടുത്താൽ മതി. വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അബ്സ്ട്രാക്റ്റ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു മെത്തേഡിന് ഇംപ്ലിമെൻറ്റേഷൻ വരുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ വേറൊരു ക്ലാസ് ഈ ഒരു മെത്തേഡിനെ ഇൻഹെറിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ ഇൻഹെറിറ്റ് ചെയ്തിട്ട് ആ ഒരു ക്ലാസ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു മെത്തേഡിന് ഇംപ്ലിമെൻറ്റേഷൻ കൊടുക്കുക എന്നുള്ളത്. ഇൻ കേസ് അത് കൊടുത്തില്ലെങ്കിൽ, ആ ഒരു ക്ലാസ് കൊടുത്തില്ലെങ്കിൽ അടുത്ത റെസ്പോൺസിബിലിറ്റി മീൻസ് ആ ഒരു ക്ലാസ്സും അബ്സ്ട്രാക്റ്റായി ഡിഫൈൻ ചെയ്യേണ്ടതാണ്. അതൊക്കെ കുറച്ചും കൂടിയും ഒരു ലൈക്ക് എന്താ പറയുക വാസ്റ്റ് ടോപ്പിക്കാണ്. ഇപ്പം ഈ ഒരു സെഷനിൽ നമുക്ക് മെയിനായിട്ട് പറയേണ്ടത് ഊപ്സിൻ്റെ മെയിൻ കോൺസെപ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്തത് ഊപ്സ് എന്താണ്, ഊപ്സ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, പിന്നെ ഊപ്സിൻ്റെ മെയിനായിട്ടുള്ള 4 പില്ലേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന് ചെറിയൊരു എക്സാമ്പിളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, താങ്ക് യു.